ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മാവ, ഈ ഉത്തരേ മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ പാലക്കാട് കൃഷിഭവനിലുണ്ടായിരുന്നത് 5-8 മാസം കൃഷി ഓഫീസറായിരുന്നു. അത് പറ. കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു, പക്ഷെ മറുപടി ഒന്നും പറയാതെ അവർക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അടുക്കളയിൽ കയറി ദോശ എടുത്തോണ്ട് കഴിക്കുന്നു. പ്രായമുള്ള സ്ത്രീയാണോ? എന്റെ പ്രായക്കേ ഉള്ളൂ. അല്ല, അതാരാ ഹരിയുടെ വീട്ടില് അങ്ങനെ ഒരാൾ പെരുമാറാൻ? ഇനി രാമകൃഷ്ണേട്ടന്റെ ബന്ധു വല്ലതുമാണോ? അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഹരി അമ്മാവിനെ എന്നോട് പറയില്ലേ? എനിക്ക് അവളുടെ വരവും ഇരിപ്പും കണ്ടിട്ട് എന്തോ തീരുമാനിച്ചിറങ്ങിയതുപോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യുമ്പോള് ഹരിയെ വിളിച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ. വേഗം വിളിക്ക. ഇതിന്ന് വിളിക്ക. ഹരി, പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരാവോ? അതൊക്കെ വന്നിട്ട് പറയാം. പെട്ടെന്നൊന്നിങ്ങ് വാ. ഹരി ഇപ്പൊ ഇങ്ങ് വരും. എങ്കിലും ഇതാരാണെന്നൊന്ന് അറിയണമല്ലോ. ആരെങ്കിലുമൊക്കെ വന്ന് കയറുമ്പോ ജീവൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് വരും പോലെയാ എനിക്ക് തോന്നുന്നത്. ഏത് വഴിക്ക് പക തീർക്കാന്നറിയില്ലല്ലോ. മോളെ, ഇപ്പൊ അങ്ങനൊന്നും ആലോചിച്ച് നീ പേടിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, നീ വാ, നമുക്ക് ആരാണെന്നൊന്ന് നോക്കാം. അമ്മേ, നീ ഒന്ന് വന്നേ മോളെ, വാ. എന്തായാലും ഒരു പെണ്ണല്ലേ. ഞാനേ വാ. പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടേ. പിന്നെ ഇവിടെ ആരാ കുട്ടികള്? ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇരിപ്പുണ്ടായിരുന്നു. തന്റെ ശീലായിരിക്കും അല്ലേ? ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരാ? എന്താ നിത്യ ചോദിച്ചിട്ട് ഒരു ഉത്തരവും പറയാതിരുന്നത്? അയ്യടാ, താൻ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആളെ കൂട്ടാൻ പോയതാണോ? ഭാഗ്യം പോലീസിനെ വിളിക്കാത്തത്. എന്റെ അമ്മയാ. ഓ, മോള് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു തന്നെ? ഞാൻ ഇവിടെ അതിക്രമിച്ച് കയറി എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കിന്നോ? എന്തെങ്കിലും മോഷ്ടിച്ചോ എന്നൊക്കെ പറഞ്ഞോ? ചെയ്യാത്തതൊന്നും അവള് പറയില്ല. നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ അവര് ചോദിക്കുന്നതിന് മറുപടി പറയണ്ടേ? വിശപ്പിന് ഇത്തിരി ഭക്ഷണം എടുത്തു. അത് കഴിച്ചു കഴിഞ്ഞിട്ട് വിശദമായിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. അതിനിടയിൽ ഇയാൾ ഓടിക്കളഞ്ഞു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്നാ പറ, കുട്ടി ആരാ? രാമകൃഷ്ണേട്ടന്റെ ബന്ധുവാണോ? ഹരിയുടെ സുഹൃത്താണോ? അതോ കോടതിയിൽ നിന്നോ പോലീസ് സ്റ്റേഷനിൽ നിന്നോ വന്ന ഉദ്യോഗസ്ഥയോ മറ്റോ ആണോ? അല്ല, ഇതെങ്ങോട്ടായി പോന്നേ? അല്ലേ, കോടതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ എന്തിനാ ഇവിടെ കയറി ഇറങ്ങുന്നേ? വരാറുണ്ടോ അങ്ങനെ? അതല്ല ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം. എടാ, എല്ലാം എടുത്തോടാ. എടുത്തേക്കാം. പറയ്, നീ ആരാ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സുജാതെ, സുജാത ഇവിടെ ഉണ്ടായിരുന്ന? അല്ല, ഇതാരാ പുതിയ ആള്?
വന്നിട്ട് കുറച്ചു നേരമായി രാമകൃഷ്ണേട്ടാ. ആ. പേര് ചോദിച്ചിട്ട് പറയുന്നില്ല, എവിടെ നിന്നാ വന്നതെന്നും പറയുന്നില്ല. ആഹാ അത് കൊള്ളാലോ. അല്ല ഇയാളെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എവിടെയാ മോളെ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, അപ്പൊ ഉത്തരം കിട്ടും. എന്നോടോ? ആലോചിച്ചു നോക്കെ. എനിക്ക് പിടി കിട്ടുന്നൊന്നുമില്ല. അല്ല ഇപ്പോ സ്വയം ആരാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്താ? അല്ല ഉത്തര ഉത്തരം തരുന്നില്ല. വാട്ട് എ സർപ്രൈസ്. താൻ എപ്പോ വന്നു? ഓ എല്ലാരും നിൽക്കുന്ന നിപ്പ് കണ്ടോ? ഞാനേ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. നേരെ കയറി വന്നു. ശ്രീമതി ആരാണെന്ന് ചോദിച്ചു. ഉത്തരം പറയാതെ ഞാൻ ദോശ എടുത്ത് കഴിച്ചു. ഇദ്ദേഹം പോയി അമ്മയും കൂട്ടി വന്നു. എന്നെ ചോദ്യം ചെയ്തു. പക്ഷെ ഈ നേരം വരെ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. താൻ അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്. ഇത് പിടിക്ക. അമ്മാവ, ഈ ഉത്തരെ മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ പാലക്കാട് കൃഷിഭവനിലുണ്ടായിരുന്നത് 5-8 മാസം കൃഷി ഓഫീസറായിരുന്നു. ആ അത് പറ. കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റിയില്ല. വയസ്സായില്ലേ? അമ്മാവൻ അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ആ ഇപ്പോഴും നല്ല ചെറുപ്പം പോലെ ഇരിക്കുന്ന. കളിയാക്കിയതല്ലോ. താങ്ക് യു. സോറിടാ, ഞാൻ ചുമ്മാ കാണിച്ചതാ. ഈ കോളേജിൽ പഠിക്കുമ്പോഴുള്ള ശീല ആരെങ്കിലൊക്കെ ഒന്ന് ഞെട്ടിക്കണം, അല്ലെങ്കിൽ ലൈഫിന് എന്താ ഒരു ത്രില്ല്. സോറി ആന്റി. സാരമില്ല, കുട്ടി കാണിച്ചത് തെറ്റൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഹരി പറയും. അപ്പൊ മനസ്സിലാവും ഞാനും മോളും ഒക്കെ എന്തിനാ പേടിച്ചെന്ന്. അല്ല എന്നിട്ട് പറയ്, അന്ന് ലോങ് ലീവ് എടുത്ത് മുങ്ങിയതല്ലേ? ഇത്രയും കാലം എവിടെയായിരുന്നു? വിദേശത്തോ? അതോ ഇനി സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി കൂടിയോ? ജോലിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. ലോങ് ലീവ് അവസാനിച്ചു, തിരിച്ച് ജോയിൻ ചെയ്തു. എവിടെ? കൃഷി ഓഫീസില്. പക്ഷെ ഇവിടെ തന്നെ. ആ ഇവിടെ ആയിരുന്ന. ഇവിടുത്തെ കൃഷി ഓഫീസറായിട്ട്. അല്ല അതെന്തായാലും ഗംഭീരമായല്ലോ. ഇവരിപ്പോ കൃഷിയൊക്കെ തുടങ്ങിയിട്ടിരിക്കുക. അപ്പൊ മോളുടെ വരവ് എന്തായാലും ഗംഭീരമായി. അതേലോ, ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട കൃഷിക്കാരെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഭാർഗവൻ സാറിന്റെ അടുത്ത് എന്ന് ചാടിയത്. ഓ ഓ ഭാർഗവൻ. പുള്ളിയാണ് പറഞ്ഞത് കവിയും കലാകാരനുമായ ഒരു കർഷകനെ കുറിച്ച്. പറഞ്ഞു വന്നപ്പോ ആരാ? താൻ.